നമ്മളിൽ പലരും ലോട്ടറി എടുക്കാറുണ്ടല്ലേ. ലോട്ടറി എടുക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? നമുക്കൊരു നമ്പർ കിട്ടും. എന്നിട്ട് നറുക്കെടുപ്പ് കഴിഞ്ഞിട്ട് വിന്നേഴ്സിൻ്റെ ഒരു ലിസ്റ്റ് പത്രത്തിൽ വരും. അപ്പോൾ നമ്മൾ പത്രത്തിൽ ഓരോ നമ്പർ എടുത്ത് നോക്കും. നമ്മുടെ ലോട്ടറിയുടെ നമ്പറിന് മാച്ചിങ് ആയിട്ടുള്ളൊരു നമ്പർ ആ ലിസ്റ്റിൽ ഉണ്ടോയെന്ന് നോക്കും. എന്നിട്ട് അഥവാ ഭാഗ്യത്തിനെങ്ങാനും നമ്മുടെ നമ്പർ ആ ലിസ്റ്റിലുണ്ടെങ്കിൽ നമ്മൾ ആ നോക്കുന്നത് അവിടെ വെച്ച് നിർത്തും. കാരണം പിന്നെ ബാക്കിയുള്ള നമ്പർ നോക്കേണ്ട ആവശ്യമില്ല, നമുക്ക് അറിയാം നമ്മൾ ജയിച്ചിട്ടുണ്ടെന്ന്. അങ്ങനെയൊന്നും നടക്കാറില്ല, എന്നാലും തൽക്കാലം പറയാം. അപ്പോൾ ഇവിടെ എൻ്റെ കയ്യിലൊരു നമ്പറുണ്ട്. ഞാൻ ലോട്ടറി എടുത്തപ്പോൾ എനിക്ക് കിട്ടിയൊരു നമ്പർ ഞാനിവിടെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നം എന്ന് പറഞ്ഞൊരു വാരിയബിളിൽ. എന്നിട്ട് വിന്നേഴ്സിൻ്റെ ലിസ്റ്റ് ഇവിടെ ഒരു ലിസ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സെനാരിയോ എങ്ങനെ നമുക്ക് പൈത്തണിൽ ചെയ്യാമെന്ന് നോക്കാം. പൈത്തണിൽ എനിക്ക് ഈ നം എന്ന് പറഞ്ഞ വാരിയബിളിലുള്ള വാല്യൂ ഈ ലിസ്റ്റിലെ ഒരു എലമെൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യാൻ പറ്റുക? നമുക്ക് ഫോർ ലൂപ്പ് യൂസ് ചെയ്യാൻ പറ്റും. ഫോർ ലൂപ്പ് യൂസ് ചെയ്തുകൊണ്ട് ആദ്യം ഈ ലിസ്റ്റിൽ ഈ ഒരു എലമെൻ്റ് എടുക്കുന്നു, എന്നിട്ട് അത് എൻ്റെ നമ്പറിന് ഈക്വൽ ആണോ എന്ന് നോക്കും. അല്ലെങ്കിൽ അടുത്ത എലമെൻറ്റിലേക്ക് ഇറ്ററേറ്റ് ചെയ്ത് പോകുന്നു, അവിടുന്ന് നമ്പറും ഈ എലമെൻറ്റും സെയിം ആണോ എന്ന് നോക്കുന്നു. അങ്ങനെ ഓരോ എലമെൻറ്റിലൂടെ ഇറ്ററേറ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ വാല്യൂ എൻ്റെ നമ്പറിന് ഈക്വൽ ആണോ എന്ന് നോക്കിയിട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റും. പക്ഷേ ഫോർ ലൂപ്പ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഈ ഒരു സീക്വൻസിലെ എല്ലാ എലമെൻറ്റ്സിലൂടെയും ഇറ്ററേറ്റ് ചെയ്ത് പോവുകയും ചെയ്യും. എന്നിട്ട് എൻ്റെ വേരിയബിളുമായിട്ട്, അതായത് നം എന്ന് പറഞ്ഞ വേരിയബിളായിട്ട് കമ്പയർ ചെയ്യും അല്ലേ. പക്ഷേ എനിക്കതിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. എൻ്റെ ലോട്ടറിൻ്റെ നമ്പർ ഇതാണ്, അതിൻ്റെ മാച്ചിങ് ആയിട്ടുള്ള നമ്പർ ഇതാ ഇവിടെ ഈ ലിസ്റ്റിൽ, വിന്നേഴ്സിൻ്റെ ലിസ്റ്റിൽ ഇവിടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വേറെ ആരൊക്കെ ഉണ്ടെന്ന് എനിക്ക് നോക്കേണ്ട ആവശ്യമേ ഇല്ല. അപ്പോൾ എനിക്ക് ഫോർ ലൂപ്പിനോട് പറയണം ഈ സീക്വൻസിൽ എല്ലാ എലമെൻറ്റ്സിലൂടെ ഇറ്ററേറ്റ് ചെയ്ത് പോകേണ്ട ആവശ്യമില്ല. എപ്പോഴാണോ എനിക്കൊരു മാച്ചിങ് ആയിട്ടുള്ള ഒരു നമ്പർ കിട്ടുന്നത് അതുവരെ ഇറ്ററേറ്റ് ചെയ്താൽ മതിയെന്ന്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ ഫോർ ലൂപ്പിൻ്റെ നോർമൽ ഫ്ലോ ഓഫ് എക്സിക്യൂഷൻ നമ്മളൊന്ന് ആൾട്ടർ ചെയ്ത് കൊടുക്കണം. അതായത് സാധാരണഗതിയിൽ മുഴുവനായിട്ട് ഇറ്ററേറ്റ് ചെയ്ത് കമ്പയർ ചെയ്യുന്ന ഒരാളോട് നമ്മൾ പറയണം മുഴുവനായിട്ട് നോക്കണ്ട, കുറച്ച് നോക്കിയാൽ മതി, എപ്പോഴാണോ മാച്ചിങ് ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടുന്നത് അതുവരെ നോക്കിയാൽ മതിയെന്ന്. അങ്ങനെ ഒരു പ്രോഗ്രാമിൻ്റെ നോർമൽ ഫ്ലോ ഓഫ് എക്സിക്യൂഷൻ, അതായത് സാധാരണഗതിയിൽ എങ്ങനെയാണോ ഒരു പ്രോഗ്രാം റൺ ആവുന്നത് ആ ഫ്ലോനെ ആൾട്ടർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് കൺട്രോൾ ട്രാൻസ്ഫർ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ ഒരു കാര്യം കൂടി പറയാം. നമ്മുടെ പൈത്തൺ സീരീസിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കൺട്രോൾ സ്ട്രക്ചേഴ്സാണ്. അതിൽ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പഠിച്ചു, ലൂപ്സ് പഠിച്ചു. ഇനി മൂന്നാമത്തെ ആളാണ് കൺട്രോൾ ട്രാൻസ്ഫർ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇതാ ഇവിടെ പറയുന്നുണ്ട്, കൺട്രോൾ ട്രാൻസ്ഫർ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ പ്രോഗ്രാമിംഗ് കൺസ്ട്രക്ട്സ് ദാറ്റ് ആൾട്ടർ ദ നോർമൽ ഫ്ലോ ഓഫ് എക്സിക്യൂഷൻ വിത്തിൻ എ പ്രോഗ്രാം. ഒരു പ്രോഗ്രാമിൻ്റെ ഉള്ളിൽ എങ്ങനെയാണോ നോർമലായിട്ട് കോഡ്സ് എക്സിക്യൂട്ട് ആയിക്കൊണ്ടിരുന്നത് അതിൻ്റെ ആ ഫ്ലോനെ ആൾട്ടർ ചെയ്യുന്ന ആൾക്കാരാണ് കൺട്രോൾ ട്രാൻസ്ഫർ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ദേ അലോ യു ടു ചേഞ്ച് ദ ഓർഡർ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഓർ ടെർമിനേറ്റ് ലൂപ്സ് ആൻഡ് ഫങ്ഷൻസ് ബേസ്ഡ് ഓൺ സർട്ടൻ കണ്ടീഷൻസ്. ഒന്നെങ്കിൽ നമ്മുടെ കോഡ് റൺ ആവുന്നതിൻ്റെ ഓർഡർ ആൾട്ടർ ചെയ്യുക, അതല്ലെങ്കിൽ ലൂപ്പിനെ അല്ലെങ്കിൽ ഫങ്ഷനെ കംപ്ലീറ്റ് ആവുന്നതിന് മുൻപായിട്ട് ടെർമിനേറ്റ് ചെയ്യുക. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ കൺട്രോൾ ട്രാൻസ്ഫർ സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്യുക. ഓക്കെ, നമുക്ക് ആദ്യത്തെ കൺട്രോൾ ട്രാൻസ്ഫർ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. ആദ്യത്തായിട്ട് പറയുന്നത് ബ്രേക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. എന്താണ് ബ്രേക്ക് ചെയ്യുക? ബ്രേക്ക് ഒരു ലൂപ്പിൻ്റെ ഇറ്ററേഷൻസ് കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പ് തന്നെ അതിനെ ടെർമിനേറ്റ് ചെയ്യും. അപ്പോൾ ഒരു ലൂപ്പിൽ ബ്രേക്ക് എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ അവിടെ വെച്ച് ലൂപ്പ് ബ്രേക്ക് ആവും, എന്നിട്ട് അടുത്ത സ്റ്റേറ്റ്മെൻറ്റിലോട്ട് പോകും. പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കണില്ല, ഞാൻ ഒരു എക്സാമ്പിൾ കാണിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാകും. ഇവിടെ നോക്കൂ, ഞാനിവിടെ ടൈപ്പ് ചെയ്യാണ് ഫോർ I in range 1 to 11 if I double equal to 5 ബ്രേക്ക്, അതല്ലെങ്കിൽ പ്രിൻ്റ് I. എന്താ ഔട്ട്പുട്ട് കിട്ടുക നോക്കാം. ഇവിടെ 1 മുതൽ 4 വരെയുള്ള നമ്പേഴ്സാണ് കിട്ടിയിരിക്കുന്നത്. ഇതിനകത്ത് നടക്കണത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ നമ്മുടെ I പോയിട്ട് ഈ സീക്വൻസിൽ നിന്ന് 1 എന്നുള്ള വാല്യൂ എടുക്കും, എന്നിട്ട് 1 5-ന് ഈക്വൽ ആണോ എന്ന് നോക്കും. അതല്ല എന്നുള്ളത് കൊണ്ട് ഈ ഇഫ് ബ്ലോക്ക് എക്സിക്യൂട്ട് ആകാതെ അടുത്ത ലൈനിലോട്ട് വരും, അതായത് പ്രിൻറ്റ് I. അങ്ങനെ 1 എന്നുള്ള വാല്യൂ പ്രിൻ്റ് ആകുന്നു. പിന്നെ അടുത്ത ഇറ്ററേഷനിൽ I 2 എന്നുള്ള വാല്യൂ എടുക്കുന്നു, 2 5-ന് ഈക്വൽ അല്ലാത്തത് കൊണ്ട് ഈ ഇഫ് ബ്ലോക്ക് എക്സിക്യൂട്ട് ആകാതെ അടുത്ത ലൈനിലോട്ട് വരുന്നു, പ്രിൻറ്റ് I 2 എന്നുള്ള വാല്യൂ പ്രിൻ്റ് ആകുന്നു. പിന്നെ I 3-ൻ്റെ വാല്യൂ എടുക്കുന്നു, 4-ൻ്റെ വാല്യൂ എടുക്കുന്നു, നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രിൻ്റ് ആകുന്നു. എന്നാൽ എപ്പോഴാണോ I 5 എന്ന് പറഞ്ഞ വാല്യൂ എടുക്കുന്നത് ആ ടൈമിൽ I ഡബിൾ ഈക്വൽ ടു 5 എന്നുള്ള കണ്ടീഷൻ ട്രൂ ആയിട്ട് വരും. അങ്ങനെ വരുമ്പോൾ ഈ ഇഫ് ബ്ലോക്ക് ആയിരിക്കും എക്സിക്യൂട്ട് ആകുന്നത്. ഇഫ് ബ്ലോക്കിൽ എന്താണുള്ളത്? ബ്രേക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കൺട്രോൾ ട്രാൻസ്ഫർ സ്റ്റേറ്റ്മെൻ്റ് ആണ്.
എന്താണ് ബ്രേക്ക് ചെയ്യുക? ബ്രേക്ക് നമ്മുടെ ലൂപ്പിനെ ബ്രേക്ക് ചെയ്യും, ടെർമിനേറ്റ് ചെയ്യും. അപ്പോൾ ബാക്കിയുള്ള ഇറ്ററേഷൻസ് ഒന്നും നടക്കില്ല. അതുകൊണ്ടാണ് നമുക്ക് 4 വരെയുള്ള വാല്യൂസ് പ്രിൻ്റ് ആയത്. എന്നാൽ ഐയുടെ വാല്യൂ 5 ആയപ്പോൾ ലൂപ്പ് ബ്രേക്കായി, പിന്നീട് അങ്ങോട്ടുള്ള ഇറ്ററേഷൻസ് ഒന്നും നടക്കില്ല എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് 4 വരെയുള്ള വാല്യൂസ് മാത്രം കിട്ടിയത്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ലോട്ടറിയുടെ ആ സെനാരിയോ എങ്ങനെ പൈത്തണിൽ കോഡ് ചെയ്യാമെന്ന് നോക്കാം. നം എന്ന് പറഞ്ഞ വേരിയബിളിൽ എൻ്റെ ലോട്ടറിയുടെ നമ്പർ ഉണ്ട്. വിന്നേഴ്സിൻ്റെ നമ്പർ വിന്നേഴ്സ് എന്ന് പറഞ്ഞൊരു ലിസ്റ്റിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതെങ്ങനെ കോഡ് ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം. ഫോർ ഐ ഇൻ വിന്നേഴ്സ്, അതായത് വിന്നേഴ്സ് എന്ന് പറഞ്ഞ ലിസ്റ്റിലൂടെയാണ് ഇറ്ററേറ്റ് ചെയ്ത് പോകേണ്ടത്. എന്നിട്ട് എന്താണ് ചെക്ക് ചെയ്യേണ്ടത്? ഇഫ് ഐ ഡബിൾ ഈക്വൽ ടു നം, അതായത് ഐയുടെ വാല്യൂ എൻ്റെ ലോട്ടറിയുടെ നമ്പറിന് ഈക്വൽ ആണെങ്കിൽ എന്താണ് പ്രിൻ്റ് ചെയ്യേണ്ടത്? പ്രിൻറ്റ് കൺഗ്രാജുലേഷൻസ്, സ്പെല്ലിംഗ് തന്നെയല്ലേ, യു വൺ ദി ലോട്ടറി, അങ്ങനെ ആയിക്കോട്ടെ. അങ്ങനെ ഐയുടെ വാല്യൂ എൻ്റെ ലോട്ടറിയുടെ നമ്പറിന് ഈക്വലായാൽ പിന്നെ എനിക്ക് ലൂപ്പ് കണ്ടിന്യൂ ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഞാനിവിടെ ബ്രേക്ക് എന്ന് കൊടുക്കുകയാണ്, ബ്രേക്ക്. ഇനി ഐയുടെ വാല്യൂ എൻ്റെ ലോട്ടറിയുടെ നമ്പറിന് ഈക്വൽ അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അതായത് ആ ലിസ്റ്റിൽ എൻ്റെ നമ്പർ ഇല്ലെങ്കിൽ എന്താ പ്രിൻ്റ് ചെയ്യേണ്ടത്? എൽസ് പ്രിൻ്റ് ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം, ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം. നമുക്കൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഇതാ കൺഗ്രാജുലേഷൻസ് യു വൺ ദ ലോട്ടറി എന്ന് വന്നിട്ടുണ്ട്. കാരണം എൻ്റെ നമ്പർ ഇതാ ഇവിടെ ഈ ലിസ്റ്റിൽ ഇവിടെ ആയിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ എൽസ് ബ്ലോക്ക് ഈ ഇഫ് ബ്ലോക്കിൻ്റെ നേരെ താഴെയല്ല ടൈപ്പ് ചെയ്തത്. അങ്ങനെ ആയിരുന്നെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇതെന്താ സംഭവം? കാരണം എൻ്റെ വിന്നേഴ്സ് എന്ന് പറഞ്ഞ ലിസ്റ്റിൽ ആദ്യത്തെ എലമെൻറ്റ് എൻ്റെ നമ്പറിന് ഈക്വൽ അല്ല. അതുകൊണ്ട് തന്നെ ഈ ഇഫ് ബ്ലോക്ക് എക്സിക്യൂട്ട് ആവാതെ നേരെ അടുത്ത എൽസ് ബ്ലോക്കിലുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് പ്രിൻ്റ് ആയത്, ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം എന്ന് പറഞ്ഞിട്ട്. പിന്നെ ലിസ്റ്റിലെ രണ്ടാമത്തെ എലമെൻറ്റിന് എടുക്കുന്നു, അതും എൻ്റെ നമ്പറിന് ഈക്വൽ അല്ലാത്തത് കൊണ്ട് വീണ്ടും എൽസ് ബ്ലോക്ക് എക്സിക്യൂട്ട് ആകുന്നു. അങ്ങനെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ എൽസ് ബ്ലോക്കിനെ ഈ അറ്റത്തേക്ക് വെച്ചത്. ഇങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കുക? ഈ ഇഫ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം ആ ലൂപ്പ് ബ്രേക്ക് ആയതിനു ശേഷമേ നമ്മൾ ഈ എൽസ് ബ്ലോക്കിലോട്ട് വരത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരൊറ്റ ഔട്ട്പുട്ടേ കിട്ടുള്ളൂ. ഇപ്പോൾ എൻ്റെ നമ്പർ വിന്നേഴ്സിൻ്റെ ലിസ്റ്റിലുള്ളത് കൊണ്ടാണ് കൺഗ്രാജുലേഷൻസ് എന്ന് പറഞ്ഞിട്ട് ഈ ഇഫ് ബ്ലോക്കിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് വന്നിരിക്കുന്നത്. ഇനി എൻ്റെ നമ്പർ വിന്നേഴ്സിൻ്റെ ലിസ്റ്റിൽ ഇല്ലയെന്ന് വിചാരിക്കുക, അപ്പോഴെന്താണ് സംഭവിക്കാൻ നോക്കാം നമുക്ക്. ഇതൊന്ന് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് വന്നത്. അതായത് ഈ എൽസ് ബ്ലോക്കാണ് ഇവിടെ എക്സിക്യൂട്ട് ആയത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത കൺട്രോൾ ട്രാൻസ്ഫർ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. രണ്ടാമതായിട്ട് വരുന്നത് കണ്ടിന്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. കണ്ടിന്യൂ എന്താണ് ചെയ്യാമെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ലൂപ്പ് എക്സിക്യൂട്ട് ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മളൊരു കണ്ടീഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ ഏത് ഇറ്ററേഷനിലാണോ ലൂപ്പ് ഉള്ളത് ആ ഇറ്ററേഷൻ്റെ ബാക്കി റണ്ണാവാതെ അടുത്ത ഇറ്ററേഷനിലോട്ട് ഡയറക്റ്റായിട്ട് ജമ്പ് ചെയ്യും. അതാണ് കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യുക. അതെന്താണെന്ന് ഞാൻ എക്സാമ്പിൾ വെച്ച് ചെയ്യുമ്പോൾ പെട്ടെന്ന് മനസ്സിലാകും. ഞാനിവിടെ ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്, നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് 1 മുതൽ 10 വരെയുള്ള നമ്പേഴ്സാണ്. എന്നിട്ട് എനിക്ക് ഇതിലെ ഒറ്റ സംഖ്യകൾ മാത്രമാണ് പ്രിൻ്റ് ചെയ്യേണ്ടത് എന്ന് വിചാരിക്കുക. അതായത് ഈവൻ നമ്പേഴ്സ് വരുമ്പോൾ അതിനെ ജമ്പ് ചെയ്തിട്ട് അടുത്ത നമ്പറിലോട്ട് പോകണം, അടുത്ത ഇറ്ററേഷനിലോട്ട് പോകണം എന്ന് വിചാരിക്കുക. അതെങ്ങനെ ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം, എന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഫോർ ഐ ഇൻ നമ്പേഴ്സ് ഇഫ് ഐ മോഡുലസ് 2 ഡബിൾ ഈക്വൽ ടു 0, അതായത് ഈവൻ നമ്പേഴ്സ് ആണെങ്കിൽ കണ്ടിന്യൂ. അതായത് ഈവൻ നമ്പേഴ്സ് ആണെങ്കിൽ ഇനി താഴോട്ടുള്ള കോഡ് കാര്യമാക്കേണ്ട, അടുത്ത ഇറ്ററേഷനിലോട്ട് പോയിക്കോളൂ എന്നാണ് പറയുന്നത്. ഈവൻ നമ്പർ അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്? പ്രിൻ്റ് ഐ. നമുക്കൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് ഓഡ് നമ്പേഴ്സ് പ്രിൻ്റായി വന്നിട്ടുണ്ട്. എന്താണ് സംഭവിക്കുന്നത്? ആദ്യം ഐ 1ൻ്റെ വാല്യൂ എടുക്കുന്നു. 1 മോഡുലസ് 2 എന്ന് പറയുന്നത് 0 ആണോ എന്ന് നോക്കുന്നു. അല്ലാത്തത് കൊണ്ട് തന്നെ ഈ ഇഫ് ബ്ലോക്ക് എക്സിക്യൂട്ട് ആകാതെ പ്രിൻ്റ് ഐയിലോട്ട് വരുന്നു, ഐ പ്രിൻ്റ് ആകുന്നു. എന്നാൽ 2 എന്ന് പറയുന്നത് ഒരു ഈവൻ നമ്പറാണ്. അപ്പോൾ 2 മോഡുലസ് 2 എന്ന് പറയുമ്പോൾ 0 ആണ്. 0 ആയതുകൊണ്ട് തന്നെ ഈ ഇഫ് ബ്ലോക്ക് ആയിരിക്കും എക്സിക്യൂട്ട് ആകുന്നത്. അതായത് കണ്ടിന്യൂ ആണ്. കണ്ടിന്യൂ വന്നാൽ എന്താണ് സംഭവിക്കുക? ആ ഇറ്ററേഷനിൽ ബാക്കിയുള്ള കോഡ്സ് റണ്ണാവില്ല. അതായത് പ്രിൻ്റ് ഐ എന്നുള്ള കോഡൊന്നും റണ്ണാവില്ല. നേരെ ലൂപ്പ് അടുത്ത ഇറ്ററേഷനിലോട്ട് പോകും. അതായത് ഐ 3 എന്നുള്ള വാല്യൂ എടുക്കും. 3 എന്നുള്ള വാല്യൂ എടുത്തു കഴിഞ്ഞാൽ വീണ്ടും നോക്കും മോഡുലസ് 2 എന്ന് പറയുന്നത് 0 ആണെന്ന്. അല്ലാത്തത് കൊണ്ട് 3 ഇവിടെ പ്രിൻ്റ് ആകുന്നു. പിന്നെ 4 എടുക്കുമ്പോൾ 4 മോഡുലസ് 2 എന്ന് പറയുന്നത് 0 ആണ്. അതുകൊണ്ട് തന്നെ
കണ്ടിന്യൂ വരുന്നത് കൊണ്ട് ആ ഇറ്ററേഷൻ അവിടെ വെച്ച് നിൽക്കുന്നു, എന്നിട്ട് അടുത്ത എലമെൻറ്റിലോട്ട് പോകുന്നു. അപ്പോൾ ഇങ്ങനെയാണ് കണ്ടിന്യൂ എന്ന് പറഞ്ഞിട്ടുള്ള കൺട്രോൾ ട്രാൻസ്ഫർ സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യുന്നത്. അതായത് ഒരു ലൂപ്പിൽ കണ്ടിന്യൂ എൻകൗണ്ടർ ചെയ്യുമ്പോൾ ആ ഇറ്ററേഷൻ അവിടെ വെച്ച് നിന്നിട്ട് അടുത്ത ഇറ്ററേഷനിലോട്ട് ജമ്പ് ചെയ്യുന്നു. എന്നാൽ നമുക്ക് അടുത്ത കൺട്രോൾ ട്രാൻസ്ഫർ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. അടുത്തതായിട്ട് പറയുന്നത് റിട്ടേൺ സ്റ്റേറ്റ്മെൻ്റ് ആണ്. റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുക എന്ന് വെച്ചാൽ, ഒരു ഫംഗ്ഷൻ റൺ ആയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിന് നമുക്ക് ഇടയ്ക്ക് വെച്ചിട്ട് നിർത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ സ്റ്റേറ്റ്മെൻ്റ് ആണ് യൂസ് ചെയ്യുക. അങ്ങനെ ഫംഗ്ഷൻ നിർത്തുക മാത്രമല്ല, നമുക്ക് വേണമെങ്കിൽ ഒരു വാല്യൂ ഔട്ട്പുട്ടായിട്ട് തരാൻ വേണ്ടി റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ പൈത്തൺ സീരീസിൽ ഫംഗ്ഷൻസ് എന്താണെന്ന് പറഞ്ഞിട്ടില്ല. ഫംഗ്ഷൻസ് എന്താണെന്നുള്ളത് നമ്മൾ പിന്നീട് പഠിക്കുന്നതായിരിക്കും. ഇപ്പോൾ തൽക്കാലം ഒന്ന് ജസ്റ്റ് ഒന്ന് കേട്ടിരുന്നാൽ മതി. ഞാനിവിടെ ഒരു കോഡ് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ഫംഗ്ഷനാണ്. ഡെഫ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കീവേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുക. എന്താണ് ഫംഗ്ഷൻ്റെ പേര്? ചെക്ക് ഈവൻ ഓർ ഓഡ് എന്നുള്ളതാണ് ഫംഗ്ഷൻ്റെ പേര്. ആ ഫംഗ്ഷനിലെ ആർഗ്യുമെൻ്റായിട്ട് നമ്മൾ നമ്പർ എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിൾ കൊടുക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കുന്നതായിരിക്കും. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കേട്ടിരിക്കുക. എന്നിട്ട് പറയാണ്, ഇഫ് നമ്പർ മോഡുലസ് 2 = 0 റിട്ടേൺ ഈവൻ. അതായത് നമ്മൾ ഫംഗ്ഷനിലോട്ട് കൊടുക്കുന്ന നമ്പർ എത്രയാണോ ആ നമ്പറിൻ്റെ മോഡുലസ് 0 ആണെങ്കിൽ, അതായത് അതൊരു ഈവൻ നമ്പർ ആണെങ്കിൽ ഫംഗ്ഷൻ അവിടെ വെച്ച് നിർത്തിക്കോളൂ, എന്നിട്ട് ഈവന് ഔട്ട്പുട്ടായിട്ട് തരാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇനി അതല്ലെങ്കിൽ, അതായത് ഇഫ് ബ്ലോക്ക് എക്സിക്യൂട്ട് ആയിട്ടില്ലെങ്കിൽ നമുക്ക് ഫംഗ്ഷൻ നിർത്തിക്കോളൂ, അതിൻ്റെ കൂടെ തന്നെ ഓടുന്ന് ഔട്ട്പുട്ട് തന്നോളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഈ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യാണ്. എന്നിട്ട് ഞാൻ ഈ ഫംഗ്ഷൻ വീണ്ടും കോൾ ചെയ്യാണ്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ആർഗ്യുമെൻ്റ് ആയിട്ട് 4 എന്ന് കൊടുക്കുകയാണ്. 4 എന്നുള്ള നമ്പർ ഓടാണോ ഈവൻ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറയുകയാണ്. ഇത് എൻ്റർ ചെയ്യുമ്പോൾ ഈവൻ എന്നുള്ള ഔട്ട്പുട്ട് കിട്ടുന്നു. ഇനി 4 പകരം ഞാൻ 3 കൊടുക്കുന്നതെങ്കിൽ എന്താണ് വരിക നോക്കാം. 3 കൊടുത്തപ്പോൾ ഓട് എന്ന് വന്നു. അപ്പോൾ ഈ റിട്ടേണും പ്രിൻ്റ് ഇത് ഏകദേശം പ്രിൻ്റ് പോലെ തന്നെയാണല്ലേ. അതായത് ഇവിടെ പ്രിൻ്റ് ഈവൻ എന്ന് പറഞ്ഞ് കൊടുത്താലും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ വരിക. നമുക്ക് നോക്കാം എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോയെന്ന്. ഞാൻ ഈ ഫംഗ്ഷൻ ഇങ്ങോട്ട് കോപ്പി പേസ്റ്റ് ചെയ്യാണ്. എന്നിട്ട് റിട്ടേൺ എന്നുള്ളതിന് പകരം പ്രിൻ്റ് എന്ന് കൊടുക്കുകയാണ്. പ്രിൻ്റ് ഓക്കെ. ഇനി ഞാൻ നേരത്തെ കോൾ ചെയ്ത പോലെ തന്നെ ഇവിടെ നമ്മൾ പുതുതായിട്ട് ഡിഫൈൻ ചെയ്ത ഫംഗ്ഷൻ കോൾ ചെയ്യാണ്. എന്താണ് വരുന്നതെന്ന് നോക്കാം. ഇവിടെ ഈവൻ ഓഡ് എന്ന് പറഞ്ഞ് രണ്ടും പ്രിൻ്റ് ആയിട്ടുണ്ട്. അതെന്തുകൊണ്ടാ? ഈ ഇഫ് ബ്ലോക്ക് ആദ്യം എക്സിക്യൂട്ടായി, പ്രിൻ്റ് ഈവൻ എന്നുള്ളത് വന്നു. പിന്നെ അടുത്ത ലൈൻ ഓഫ് കോഡ് എന്താ? പ്രിൻ്റ് ഓഡ് എന്നാ, അതും എക്സിക്യൂട്ടായി. എന്നാൽ നമ്മൾ റിട്ടേൺ ആണ് യൂസ് ചെയ്തതെങ്കിൽ ഇവിടെ വെച്ച് നമ്മുടെ ഫംഗ്ഷൻ സ്റ്റോപ്പായി, ടെർമിനേറ്റ് ചെയ്തു. അതുകൊണ്ടാണ് പിന്നെ ഓഡ് എന്നുള്ളത് പ്രിൻ്റ് ചെയ്യാതെ വന്നത്. ഓക്കെ, അപ്പോൾ റിട്ടേൺ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഫംഗ്ഷനെ ടെർമിനേറ്റ് ചെയ്യുന്നു, എന്നിട്ട് നമുക്കൊരു വാല്യൂ ഔട്ട്പുട്ടായിട്ട് തരുവാൻ വേണ്ടിയിട്ടാണ് റിട്ടേൺ യൂസ് ചെയ്യുന്നത്. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് നോക്കുന്നതായിരിക്കും. എന്തായാലും എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് പഠിക്കാം.